ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കേവർക്കും ഹോപ്സിൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ് വിശകലനം ചെയ്യാൻ പോകുന്നത്. സമീപത്ത് നടന്ന പല പരീക്ഷകളിലും ആവർത്തിച്ച് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സുകളിൽ നിങ്ങളിലേക്ക് എത്തുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ആദ്യ ചോദ്യം ഇതാണ്: ചില മൂലകങ്ങളുടെ പ്രതീകങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ഐസോടോപ്പ് ജോഡികൾ ഏതെല്ലാം? ഓപ്ഷൻസ് ശ്രദ്ധിക്കാം. മഗ്നീഷ്യം 12 24, കാർബൺ 6 12, സോഡിയം 11 24, കാർബൺ 6 14. ഇവയിൽ ഏതൊക്കെയാണ് ഐസോടോപ്പ് ജോഡികൾ? എന്താണ് ഐസോടോപ്പുകൾ? നമുക്ക് ആദ്യം അതൊന്ന് നോക്കിയാലോ. ഐസോടോപ്പ് എന്ന് പറയുന്നത് ഒരു മൂലകത്തിൻ്റെ വിവിധ ആറ്റങ്ങളെ വിളിക്കുന്ന പേരുകളാണ്. ഒരു മൂലകത്തിൻ്റെ വിവിധ ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ഇനിയും ഈ നമ്പറുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ 12 ഒരു മൂലകത്തിൻ്റെ പ്രതീകം തന്നിട്ട് ഈ താഴെയായിട്ട് നൽകുന്ന നമ്പർ, അതായത് ഈ നമ്പർ എന്ന് പറയുന്നത് അറ്റോമിക നമ്പറാണ്. മുകളിലായി നൽകുന്ന നമ്പർ മാസ് നമ്പറാണ്. താഴെ എഴുതുന്നത് അറ്റോമിക നമ്പറും മുകളിൽ എഴുതുന്നത് മാസ് നമ്പറുമാണ്. ഇങ്ങനെ രണ്ട് മൂലകങ്ങളുടെ ആറ്റങ്ങളെ എടുത്താൽ അവയുടെ അറ്റോമിക നമ്പർ സെയിം ആയിട്ട് വരികയും മാസ് നമ്പർ വ്യത്യാസമായി വരികയും ചെയ്യുന്ന ആറ്റങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നത്. അതായത് അറ്റോമിക നമ്പർ ഒരുപോലെ വരണം, മാസ് നമ്പർ വ്യത്യാസമായി നിൽക്കണം, ഒരു മൂലകത്തിൻ്റെ തന്നെ വിവിധ ആറ്റങ്ങളായിരിക്കണം. എങ്കിൽ അത്തരം ആറ്റങ്ങളെ നമുക്ക് ഐസോടോപ്പുകൾ എന്ന് വിളിക്കാം. ഒരേ ആറ്റോമിക നമ്പർ ഉള്ളതും വ്യത്യസ്ത മാസ് നമ്പർ ഉള്ളതുമായ ഒരു മൂലകത്തിൻ്റെ തന്നെ വിവിധ ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. എങ്കിൽ ഇവിടെ എങ്ങനെയാണ് നമുക്കിതിൻ്റെ ഉത്തരം കണ്ടെത്താൻ പറ്റുന്നത്? ഒരേ മൂലകത്തിൻ്റെ വിവിധ ആറ്റങ്ങളായിരിക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞല്ലോ. എങ്കിൽ ഒരേ മൂലകമായിട്ട് വരുന്നത് കാർബണും കാർബണുമാണ്. ഐസോടോപ്പുകൾ എപ്പോഴും ഒരു മൂലകത്തിൻ്റെ തന്നെ വിവിധ ആറ്റങ്ങളായിരിക്കണം. അപ്പോൾ ഒരേ മൂലകമായിട്ട് വരുന്നത് ഇവിടെ കാർബൺ ആണ്. നമുക്ക് നോക്കാം. ഈ കാർബൺ ആറ്റത്തിൻ്റെ അറ്റോമിക നമ്പർ 6, മാസ് നമ്പർ 12. ഇവിടെ അറ്റോമിക നമ്പർ 6, മാസ് നമ്പർ 14. അതായത് ഈ രണ്ട് പേരുടെയും അറ്റോമിക നമ്പർ സെയിം ആണ്. എന്നാൽ അവരുടെ മാസ് നമ്പർ വ്യത്യസ്തമാണ്. ഇവിടെ 12ഉം ഇവിടെ 14ഉം. അപ്പോൾ ഇവിടെ അറ്റോമിക നമ്പർ ഒരുപോലെ കാണിക്കുന്നു 6, മാസ് നമ്പർ വ്യത്യാസമായി കാണിക്കുന്നു. ഒരാൾക്ക് 12, ഒരാൾക്ക് 14. അപ്പോൾ അറ്റോമിക നമ്പർ ഒരുപോലെയാണ്, മാസ് നമ്പർ വ്യത്യസ്തമാണ്. അവർ ഒരേ മൂലകത്തിൻ്റെ രണ്ടാറ്റങ്ങളാണ്. എങ്കിൽ നമുക്ക് ഇവയെ ഐസോടോപ്പുകൾ എന്ന് വിളിക്കാം. എങ്കിൽ ഇവിടെ ഐസോടോപ്പ് ജോഡികൾ എന്ന് പറയുന്നത് ബിയും ഡിയുമാണ്. ഉത്തരം ബി ആൻഡ് ഡി. ബിയും ഡിയുമാണ് ഐസോടോപ്പ് ജോഡികൾ. അപ്പോൾ എന്താണ് ഐസോടോപ്പുകൾ എന്നുള്ളത് ഒന്നുകൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒരേ അറ്റോമിക നമ്പർ വരുന്നതും എന്നാൽ വ്യത്യസ്ത മാസ് നമ്പറും വരുന്ന ഒരേ മൂലകത്തിൻ്റെ തന്നെ വിവിധ ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ഐസോടോപ്പുകളെ പറ്റി പറയുമ്പോൾ എപ്പോഴും PSCക്ക് കൗതുകമുള്ള ഒരു ഏരിയയാണ് ഹൈഡ്രജന്റെ ഐസോടോപ്പുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ. ഹൈഡ്രജന്റെ ഐസോടോപ്പുകളെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് എന്ന് നമുക്കൊന്ന് കാണാം. ഹൈഡ്രജന് 3 ഐസോടോപ്പുകളാണുള്ളത്. അതായത് ഏറ്റവും കുറച്ച് ഐസോടോപ്പുകളുള്ള മൂലകം ഹൈഡ്രജനാണ്. ഹൈഡ്രജന് 3 ഐസോടോപ്പുകളുണ്ട്. അവയുടെ പേരുകൾ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്നിങ്ങനെയാണ്. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്നിവയാണ് ഹൈഡ്രജന്റെ 3 ഐസോടോപ്പുകൾ. ബാക്കി എല്ലാ മൂലകങ്ങൾക്കും മാതൃമൂലകത്തിൻ്റെ പേര് തന്നെയാണ് ഐസോടോപ്പുകൾക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾക്ക് വ്യത്യസ്തമായ 3 പേരുകൾ ഉപയോഗിക്കുന്നു. അതായത് സ്വന്തമായി പേരുകളുള്ള ഐസോടോപ്പുകളുള്ള ഏക മൂലകമാണ് ഹൈഡ്രജൻ. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്നിവ ഹൈഡ്രജന്റെ ഐസോടോപ്പുകളുടെ പേരുകളാണ്. ആദ്യം നമുക്ക് പ്രോട്ടിയത്തിലേക്ക് പോകാം. പ്രോട്ടിയത്തിൻ്റെ ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഇല്ല. അതിന് വെളിയിൽ ഒരു ഷെല്ല്, അതിൽ ഒരു ഇലക്ട്രോൺ. അതായത് ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ഉള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പാണ് പ്രോട്ടിയം. അവിടുന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതെന്നുള്ളതാണ്. അത് പ്രോട്ടിയമാണ്.
ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് പ്രോട്ടിയം. രണ്ടാമത്തെ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം. ഡ്യൂട്ടീരിയത്തിന്റെ ന്യൂക്ലിയസിൽ എന്താണുള്ളത്? അവിടെ ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണുമാണുള്ളത്. അതായത് ഡ്യൂട്ടീരിയത്തിലെ ന്യൂട്രോണുകളുടെ എണ്ണം 1 അത് PSC പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ഒരു ഇലക്ട്രോണും ഉള്ളതാണ് ഡ്യൂട്ടീരിയം. അപ്പോൾ നമുക്ക് അവിടുന്ന് മറ്റൊരു ചോദ്യം പ്രതീക്ഷിക്കണം. പ്രോട്ടോണും ന്യൂട്രോണും തുല്യമായ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതെന്നുള്ളത്. പ്രോട്ടോണും ന്യൂട്രോണും തുല്യമായ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഡ്യൂട്ടീരിയമാണ്. ബാക്കി 2 ഐസോട്ടോപ്പുകളിലും പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണം വ്യത്യാസമാണെങ്കിൽ ഡ്യൂട്ടീരിയത്തിൽ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണം തുല്യമാണ്. രണ്ടിലും ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണുമാണുള്ളത്. ഈ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണങ്ങളാണ് പ്രോട്ടോണും ന്യൂട്രോണും. ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണങ്ങളെ ന്യൂക്ലിയോണുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണങ്ങളാണ് ന്യൂക്ലിയോണുകൾ. ന്യൂക്ലിയസിൽ എന്താണുള്ളത്? പ്രോട്ടോണും ന്യൂട്രോണും. അതുകൊണ്ട് പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ന്യൂക്ലിയോണുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ന്യൂക്ലിയോണുകൾ തുല്യമായ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാന്ന് ചോദിച്ചാൽ അത് പ്രോട്ടിയമാണ്. നമ്മൾ പറഞ്ഞത് ഇങ്ങനെയാണ്, പ്രോട്ടോണും ന്യൂട്രോണും തുല്യമായ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം. പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയുമാണ് ന്യൂക്ലിയോണുകൾ എന്നറിയപ്പെടുന്നത്. എങ്കിൽ ന്യൂക്ലിയോണുകൾ തുല്യമായ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാന്ന് ചോദിച്ചാൽ അത് ഡ്യൂട്ടീരിയമാണ്. മൂന്നാമത്തെ ഐസോട്ടോപ്പാണ് ട്രിഷ്യം. ട്രിഷ്യത്തിന്റെ ന്യൂക്ലിയസിൽ എന്താണുള്ളതെന്ന് കാണാം. അവിടെ ഒരു പ്രോട്ടോണും 2 ന്യൂട്രോണുമാണുള്ളത്. അതായത് ന്യൂട്രോണുകളുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് ട്രിഷ്യം. ഇവിടെ ന്യൂട്രോൺ ഇല്ല, ഇവിടെ ഒരു ന്യൂട്രോൺ ആണുള്ളത്, ഇവിടെ 2 ന്യൂട്രോണുകൾ ഉണ്ട്. അതായത് ന്യൂട്രോണുകളുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് ട്രിഷ്യം. അപ്പോൾ ഹൈഡ്രജന്റെ 3 ഐസോട്ടോപ്പുകളാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. നമ്മൾ ഇവിടെ പറഞ്ഞ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകളെ ഇപ്രകാരം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഹൈഡ്രജന് 3 ഐസോട്ടോപ്പുകളാണുള്ളത്: പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. പ്രോട്ടിയത്തിൻ്റെ അറ്റോമിക നമ്പർ 1, മാസ് നമ്പറും 1. അറ്റോമിക നമ്പറും മാസ് നമ്പറും തുല്യമായ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് പ്രോട്ടിയം. ഡ്യൂട്ടീരിയത്തിൻ്റെ അറ്റോമിക നമ്പർ 1, മാസ് നമ്പർ 2. ട്രിഷ്യത്തിൻ്റെ അറ്റോമിക നമ്പർ 1, മാസ് നമ്പർ 3. അതായത് മാസ് നമ്പർ ഏറ്റവും കൂടുതലുള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് ട്രിഷ്യം. അപ്പോൾ ഇവിടെ നമുക്ക് 2 ചോദ്യങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അറ്റോമിക നമ്പറും മാസ് നമ്പറും തുല്യമായ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് പ്രോട്ടിയം. മാസ് നമ്പർ ഏറ്റവും കൂടുതലുള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് ട്രിഷ്യം. ഇവിടെ നമ്മൾ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോണുകളുടെ എണ്ണമാണ് നൽകിയിരിക്കുന്നത്. പ്രോട്ടിയത്തിലും ഡ്യൂട്ടീരിയത്തിലും ട്രിഷ്യത്തിലുമുള്ള പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോണുകളുടെ എണ്ണമാണ് നൽകിയിരിക്കുന്നത്. ഈ 3 ഐസോട്ടോപ്പുകളിലും പ്രോട്ടോണിൻ്റെ എണ്ണം തുല്യമാണ്. എല്ലാത്തിലും 1 വീതം പ്രോട്ടോൺ അടങ്ങിയിരിക്കുന്നു. ഈ 3 ഐസോട്ടോപ്പുകളിലും ഇലക്ട്രോണുകളുടെ എണ്ണവും ഒരുപോലാണ്, 1 ഇലക്ട്രോൺ അടങ്ങിയിരിക്കുന്നു. എന്നാൽ ഈ 3 ഐസോട്ടോപ്പുകളിലും ന്യൂട്രോണുകളുടെ എണ്ണത്തിലാണ് വ്യത്യാസം കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂട്രോണുകളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പ്രോട്ടിയത്തിൽ ന്യൂട്രോണിൻ്റെ എണ്ണം 0 എന്നാണ് നൽകിയിരിക്കുന്നത്. അതായത് ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് പ്രോട്ടിയം. ഇവിടെ ന്യൂട്രോണിൻ്റെ എണ്ണം 1. അതായത് പ്രോട്ടോണും ന്യൂട്രോണും തുല്യമായ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം. അതായത് ന്യൂക്ലിയോണുകൾ തുല്യമായ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം. ട്രിഷ്യത്തിലാണ് ന്യൂട്രോണുകളുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ളത്, 2 എണ്ണം. അപ്പോൾ ന്യൂട്രോണുകളുടെ എണ്ണം ഏറ്റവും കൂടുതലായിട്ടുള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് ട്രിഷ്യം. ഐസോട്ടോപ്പുകളിലെ മറ്റൊരു പ്രധാന ഏരിയയാണ് കാർബണിൻ്റെ ഐസോട്ടോപ്പുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ. കാർബണിന് 3 പ്രകൃതിദത്ത ഐസോട്ടോപ്പുകളാണുള്ളത്:
കാർബൺ 12, കാർബൺ 13, കാർബൺ 14 കാർബണിന്റെ പ്രകൃതിദത്ത ഐസോട്ടോപ്പുകൾ. കാർബണിന്റെ ഏറ്റവും സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായ ഐസോട്ടോപ്പാണ് കാർബൺ 12. കാർബണിന്റെ മൊത്തം ഐസോട്ടോപ്പുകളിൽ ഏകദേശം 1.1% കാർബൺ 13. കാർബണിന്റെ റേഡിയോ ആക്റ്റീവായ ഐസോട്ടോപ്പാണ് കാർബൺ 14. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ കാർബൺ 14 എന്ന ഐസോട്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ സസ്യങ്ങളിലും ജന്തുക്കളിലും നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പാണ് കാർബൺ 13. മാറിപ്പോകരുത്, ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പ് കാർബൺ 14, സസ്യങ്ങളിലും ജന്തുക്കളിലും നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പാണ് കാർബൺ 13. അങ്ങനെ നോക്കുമ്പോൾ കാർബണിന് 3 പ്രകൃതിദത്ത ഐസോട്ടോപ്പുകളാണ് ഉള്ളത്: കാർബൺ 12, കാർബൺ 13, കാർബൺ 14. ഇനി നമുക്ക് ചില പ്രധാനപ്പെട്ട ഐസോട്ടോപ്പുകളും അവയുടെ ഉപയോഗങ്ങളും എന്താണെന്നൊന്ന് കാണാം. അയഡിൻ 131 തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് അയഡിൻ 131. ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് യുറേനിയം 235. ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് യുറേനിയം 235. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് കൊബാൾട്ട് 60, കൊബാൾട്ട് 60 ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ്. വ്യാവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് സോഡിയം 24. വ്യാവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് സോഡിയം 24. അനീമിയ നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് അയൺ 59. അനീമിയ നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് അയൺ 59. ഐസോട്ടോപ്പുകളുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന ആശയങ്ങളാണ് ഇവിടെ ഞാൻ നിങ്ങൾക്കൊപ്പം പങ്കുവച്ചത്. ഇത്തരത്തിൽ വിശദമായ ചില കാര്യങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ കൂടുതൽ മേഖലകളിൽ നിന്ന് നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നതായിരിക്കും. ആ ക്ലാസ്സുകൾക്കായി തുടർന്നും ഞങ്ങളുടെ ചാനലുകൾ ഫോളോ ചെയ്യുക. ആശംസകൾ.